ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 3 ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രേപ്സൊക്കെ കഴിച്ചിട്ട് ഇതാ ബാക്കി വരില്ലേ, അത് ഈ ഒരു കമ്പ് പോലത്തെ സംഭവമില്ലേ, അത് നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഒരു സ്റ്റിക്കുമ്മ വെച്ച് അത് ആദ്യമേ ഒന്ന് ഇതാ ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് ഇതാ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ലുക്കൊക്കെ ഇല്ലേ, അത് വരുന്ന പോലെ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇതേപോലെ വെച്ചിട്ട് ഒരു ട്രീ പോലത്തെ ഒരു ലുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം തന്നെ. അതിനുശേഷം നമ്മൾ കുറച്ച് വൂൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൊച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രേപ്സിന് നമ്മൾ ഗ്രീൻ കളറും കൊടുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ വൂള് കട്ട് ചെയ്തില്ലേ, അത് അതിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പോട്ടിന് ഇതാ ഇതേപോലത്തെ ഒരു ബ്രൗൺ കളറും കൊടുത്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റെം വരുന്ന ഭാഗം കൂടെ ബ്രൗൺ കളർ വെച്ചിട്ട് ഇതാ ഇതിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല ഭംഗിയുള്ള തെർമോക്കോൾ ബോൾസും അതുപോലെ പിസ്താഷ്യൽസും പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ഇത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതേപോലത്തെ ബാഗുകൾ കിട്ടൂലേ, സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു 2 എണ്ണം ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വിരിഞ്ഞിരിക്കും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തെർമോക്കോൾ ബോൾസും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോളിൽ തൂക്കിയാൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ബോട്ടിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോട്ടിലെടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഇതെടുത്തിട്ട് ഞാൻ എന്താ ഒരു ഗോൾഡൻ കളർ പെയിൻ്റാണ് കേട്ടോ അതിലടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഏതാണെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ ഒരു കുറച്ച് കട്ടിയുള്ള ഒരു ബുക്കിൻ്റെ പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. എന്നിട്ട് ഇതാ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് എക്സെല്ലാം അങ്ങ് പൊടിച്ചെടുത്ത് അതിലങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ റൗണ്ട് കട്ട് ചെയ്തെടുത്തില്ലേ, അതിലങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഉണങ്ങിയിട്ട് ഇതാ കുറച്ച് ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബീഡ്സ് ഒക്കെ കൊടുത്തു. പിന്നെ ഇതാ ഒരു വൂളെടുത്തിട്ട് ഒരു ബോ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതും ഈ ഒരു എൻഡിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വോളുമേ ചെയ്തെടുക്കാം, അതാണ് ഒരു ഐഡിയ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോട്ടിലില്ലേ, ആ ബോട്ടിൽ ഇങ്ങനെ ചെയ്തെടുത്താലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നാലാമത്തെ ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ. ഇതേപോലെ ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കോഡ് എങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്റ്റാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ എടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കണം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങോട്ട് ആക്കിയെടുക്കുക. അതായത് അത് മടക്കമുള്ള ഒരു ഏരിയകൾ നമുക്കിങ്ങനെ വരും, അതിങ്ങനെ മടക്കി വരുമ്പോൾ. അപ്പോൾ അങ്ങനെ മടക്കി അതിനെ ഫുള്ളായിട്ട് ആ സ്ട്രിപ്പ് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരണം, കോർണറുകൾ അല്ലാതെ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഭാഗം ലാസ്റ്റ് ഭാഗം വരുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, അതിനുശേഷം കൈ കൊണ്ട് ഈ ഒരു കോർണർ ഭാഗം വരുന്നിടത്ത് ഇങ്ങനെ പിച്ചി പിടിക്കുക. അപ്പോൾ ഇങ്ങനെ അതിന് വലുതായി വരുന്നതായിട്ട് തോന്നും കേട്ടോ. നമുക്കിങ്ങനെ എയറൊക്കെ കയറിയിട്ട് വരില്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കൊച്ചു സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ക്രിസ്മസിന് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇത് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ബോട്ടിൽ കണ്ടോ, ഇതേപോലെ വെച്ച് ടേബിളിൽ ഡെക്കർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് അഞ്ചാമത്തെ ഐഡിയ എന്താണെന്ന് നോക്കാം അല്ലേ. അതിനായിട്ട് നമ്മളിത് ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ, കവർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹാങ്ങിങ് കൂടെ ഇങ്ങനെ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ഇനി ഫോയിൽ പേപ്പറൊക്കെ കുഞ്ഞായി ചുരുട്ടി ബോൾ പോലെ ആക്കിയെടുത്തതിന് ശേഷം അതിലിതാ ഇങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒട്ടിച്ച് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളതാ നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അതിൽ കളറൊക്കെ കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു സിൽവർ കളറാണ് ഇഷ്ടമായത്, അതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേബിളിലൊക്കെ ഇതാ ഇതേപോലെ നമ്മുടെ ബോൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.